അവസാനം ലീഡ് അവസാനിപ്പിക്കും. ദൈവം സഹായിക്കട്ടെ. ഒരു വാക്യം വായിച്ച് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. വചനം ജഡമായി തീർന്നു. പ്രപഞ്ചത്തിന്റെ സൃഷ്ടിതാവായ ദൈവം, അത്യുന്നതനായ ദൈവം, ഈ പ്രപഞ്ചം എത്ര മഹത്വവും എത്ര വലുതാണ്, എത്ര വിശാലമാണ്. പ്രപഞ്ചം വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നും ആർക്കും എണ്ണിത്തീർക്കാൻ കഴിയാത്ത, വിശേഷാൽ നാസിക ISROയ്ക്കും ലോകശാസ്ത്ര മണ്ഡലങ്ങൾക്ക് ഇന്നുവരെ എണ്ണിത്തിട്ടപ്പെടുന്ന കഴിയാത്ത പ്രപഞ്ച മണ്ഡലങ്ങൾ, നക്ഷത്ര വ്യൂഹങ്ങൾ, ഇതെല്ലാം ഈ പ്രപഞ്ചത്തിൽ നാം തൂക്കിയിട്ടിരിക്കുന്ന ദൈവം, ഈ ഭൂമിയെ തന്നെ സൃഷ്ടിച്ച ദൈവം, നമ്മെ ഇവിടെ പാർപ്പിച്ച ദൈവം, ആ മഹാദൈവം വചനം ജഡമായി തീർന്നു, ക്രിസ്തുവായി തീർന്നു. നമുക്ക് വേണ്ടി ഈ ഭൂമിയിലേക്ക് താഴെ ലോകത്തിലേക്ക് വന്ന് സ്വർഗ മഹിമകളെ വിട്ടിച്ച് ഈ താഴെ ലോകത്തിലേക്ക് വന്ന് ജഡത്തിൽ അവതരിച്ച ക്രിസ്തുവിന്റെ സ്നേഹം മറിയിക്കുന്നൊരു വന്ദനസ്വരം. ആ വന്ദനസ്വരം കേട്ട് ഭ്രമിച്ചു പോയി. എന്തൊരു വന്ദനം! കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. ആമേൻ. അടുത്ത ദൂതാണ്, നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും. പുരുഷനെ അറിയാത്ത ഞാൻ എങ്ങനെ സംഭവിക്കും? അത്യുന്നത ശക്തി, ഡുനാമിസ് പവർ നിന്റെ മേൽ വ്യാപരിക്കും. അങ്ങനെ ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടിയുള്ള ക്രിസ്തു ജഡത്തിൽ നമുക്ക് വേണ്ടി അവതരിച്ചു. ആ ദൈവ സ്നേഹത്തിനായി ശോഭനീയാണ്. അവൻ ജഡത്തിൽ വെളിപ്പെട്ടു. ആമേൻ. അവൻ ജാതികളിൽ പ്രസംഗിക്കപ്പെട്ടു, ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു, തേജസ്സെടുക്കപ്പെട്ടു. ഇങ്ങനെ ദൈവത്തിന്റെ മർമ്മം സമ്മതമാണോ വലുതാണെന്ന് 1 തിമോഥെയോസ് 3:16 വായിക്കുന്നുണ്ട്. അവിടെ വായിക്കുന്ന ഇങ്ങനെയാണ്, അവൻ 14-ാം വാക്യം, അവൻ വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ പാർത്തു. നമ്മുടെ കർത്താവ് ആമേൻ, ആ മഹാകൃപ, ആമേൻ, ഈ ലോകത്തെ സ്നേഹിച്ച സ്നേഹം എത്ര ആഴമാണ്! ദൈവത്തിന്റെ ദയ, കൃപ എന്ന് പറയുമ്പോൾ അറിയുന്നില്ലാത്ത ദാനം, രക്ഷ, ദൈവത്തിന്റെ സൗജന്യമായി അനുഭവിപ്പാൻ, നിത്യജീവനെ തരുവാൻ, സ്വർഗമഹിമകളെ വിടിഞ്ഞ് ഈ താഴ്ലോകത്തിൽ യേശുക്രിസ്തു 33.5 വർഷക്കാലം ജീവിച്ചിരുന്ന് താൻ ദൈവത്തിന് തെളിയിക്കപ്പെട്ടു. വ്യത്യസ്തമായ ശുശ്രൂഷകൾ, മരിച്ചവരെ ഉയർപ്പിച്ചു, രോഗികളെ സൗഖ്യമാക്കി, ഭൂതങ്ങളെ ശാസിച്ചു, കടൽമില്ലെ നടന്നു, താൻ ദൈവത്തിന് തെളിയിക്കപ്പെട്ട അനേക സംഭവങ്ങൾ. ആമേൻ. വചനം ജഡമായവന്റെ പ്രവർത്തിന് ഭൂമിയിൽ 33 വർഷക്കാലം പ്രവർത്തിച്ച് കർത്താവ് തിരുവചന പ്രകാരം ആത്മാവിൽ ജനിച്ചവൻ ആത്മാവിൽ ക്രൂശിക്കപ്പെട്ടു. ആത്മാവിൽ ക്രൂശിക്കപ്പെട്ടവൻ ആത്മാവിൽ ഉയർത്തെഴുന്നേറ്റു. റോമാലേഖനം 8:11 വായിക്കുമ്പോൾ, യേശുവിനെ മരിച്ചുറപ്പിച്ചതിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തു യേശുവിനെ മരണത്തുറപ്പിച്ചവൻ നിങ്ങൾ വസിക്കുന്ന ആത്മാവിനെ കൊണ്ട് മർത്യശരീരങ്ങളെ ജീവിപ്പിക്കും. അപ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ജഡത്തിൽ വെളിപ്പെട്ടവൻ, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടവൻ, ആത്മാവിൽ ഉയർത്തെഴുന്നേറ്റവൻ, ആത്മാവിൽ ക്രൂശിക്കപ്പെട്ടവൻ, ആത്മാവ് ഉയർത്തെഴുന്നേറ്റവൻ. ഇവിടെ പറയുകയാണ് കൃപയും സത്യവും. അറിയുന്നില്ലാത്ത ദാനം, ഈ വിശുദ്ധന്മാരുടെ പന്തിൽ വരുവാൻ യാതൊരു യോഗ്യതയുള്ള സ്ഥാനത്ത് അന്ധകാര അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവരെ നൽകുടങ്ങളെ ഘോഷിപ്പാൻ തെരഞ്ഞെടുക്കപ്പെട്ട ജാതിയായി നമ്മെ വേർതിരിച്ച ദൈവസ്നേഹത്തിന് സ്തോത്രം പറയണം. നമ്മുടെ തിരിഞ്ഞു നോക്കുമ്പോൾ ആമേൻ, ലോകത്തിൽ കോടാനുകോടി മനുഷ്യര് സുവിശേഷം കേൾക്കുന്നുണ്ട്. പക്ഷെ അവിടെ ഹൃദയമെല്ലാം അന്ധത പിടിച്ചിരിക്കുമ്പോൾ, അവിടെ ഉൾക്കണ്ണ് തുറക്കപ്പെടാതിരിക്കുമ്പോൾ, കൃപയാൽ നാമേ ഈ നിത്യജീവന്റെ വലിയ വെളിപ്പാട് നമുക്ക് അനുഭവിപ്പാൻ, ഈ മഹത്വമേറിയ അനുഭവം പ്രാപിപ്പാൻ കർത്താവ് ഇടയാക്കി. മാത്രമല്ല, ഈ ഇത്ര വലിയ ശുശ്രൂഷയിലേക്ക്, വചനത്തിലേക്ക്, ഈ ശുശ്രൂഷയിലേക്ക് നമ്മെ കൊണ്ടുവന്നല്ലോ. ഹല്ലേലൂയ. കൃപയാൽ വേദോസത്തിൽ പുതിയ പഠിക്കുമ്പോൾ 100-ലധികം പ്രാവശ്യം കൃപയെ കുറിച്ച് കാണാൻ കഴിയുന്നുണ്ട്. 100-ലധികം പ്രാവശ്യം, 100-ൽ കൂടുതലാണ് കൃപയെ കുറിച്ച്. അർഹതയില്ലാത്ത ദാനമാണ് ഈ രക്ഷാ പദ്ധതി. കൃപയാലാണ്. പൗലോസ് പറഞ്ഞു, കൃപയാലല്ലോ വിശ്വാസം മൂലം നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. നാം രക്ഷിക്കപ്പെട്ടത് കൃപയാലാണ്, ദയയാണ്. നാം മുട്ടിഞ്ഞു പോകാൻ ദൈവത്തിന്റെ ദയയാണ്. നമ്മെ സ്നേഹിച്ച സ്നേഹത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. സത്യം, കൃപയും സത്യം എന്ന് പറയുമ്പോൾ ലോകത്തിൽ ഒരു സത്യം മറഞ്ഞിരുന്നു. ആ സത്യത്തിന്റെ വെളിപ്പാടാണ് ക്രിസ്തു. യെശയ്യാ പ്രവാചകൻ വിളിച്ചു പറഞ്ഞതാണ്, ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു, യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. ഈ സത്യത്തിന്റെ വെളിപ്പാട് ക്രിസ്തുവാണ്. അത് നമുക്ക് വെളിപ്പെട്ടതിനായി സ്തോത്രം പറയണം. ഹല്ലേലൂയ. നമ്മുടെ കുടുംബങ്ങൾ
പലർക്കും വെളിപ്പെടാതിരുന്നപ്പോൾ, നമ്മുടെ പഞ്ചായത്തിൽ, നമ്മുടെ സമൂഹത്തിൽ അനേകർക്ക് വെളിപ്പെടാതിരുന്നപ്പോൾ ഈ മർമ്മം വെളിപ്പെട്ടതിനായി നന്ദി പറയണം. സത്യത്തിന്റെ വെളിപ്പാട് സത്യമാണ്, സത്യത്തിന്റെ കൊടി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സത്യം ഉയർത്തേണ്ടതിന്, സത്യം ഉയർത്തേണ്ടതിന് ഭക്തന്മാർക്ക് ഒരു കൊടി നൽകിയിരിക്കുന്നു. അത് നിത്യ സുവിശേഷമാണ്, സ്നേഹത്തിന്റെ കൊടിയാണ്. നമ്മളെ വിളിച്ചതിനായി സ്തോത്രം. മറഞ്ഞിരുന്നതിന് വെളിപ്പാടാണ്, മറനീക്കി വെളിപ്പെട്ട ക്രിസ്തുവിന്റെ രക്ഷാ പദ്ധതി, ആ സത്യത്തിന്റെ മഹത്വം. അതാണ് കർത്താവ് ശമരിയാസ്ത്രീയോട് പറഞ്ഞത്, ആ മലയിലും യെരൂശലേമിലും അല്ല, പിതാവിനെ ആരാധിക്കുന്നവർ സത്യത്തിലും ആത്മാവിലും, സത്യത്തിലും ആത്മാവിലും. അതിപ്പോ തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. അത് ഇന്നേക്ക് 2023 വർഷങ്ങൾക്ക് മുമ്പ് സത്യത്തിന്റെ ആരാധന, ആ മർമ്മം യേശു ക്രിസ്തുവിലൂടെ പിതാവാം ദൈവത്തെ ആരാധിപ്പാൻ ലോകത്തിലെ ആരാധനക്കാർക്ക് എന്തെങ്കിലും ഒരു വസ്തു വേണം, ഏതെങ്കിലും ബിംബം വേണം, ഏതെങ്കിലും വിഗ്രഹം വേണം, ഏതെങ്കിലും രൂപം വേണം. പക്ഷെ നമ്മുടെ ആരാധനയിൽ ഒരു രൂപം വേണ്ട, മനസ്സിലൊറ്റ രൂപം മതി. എനിക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ക്രിസ്തു, എനിക്ക് വേണ്ടി ഉയർത്തപ്പെട്ട ക്രിസ്തു. ആ ഉൾക്കാഴ്ചയുള്ളവൻ പിതാവിനെ സത്യത്തിലും ആത്മാവിനെ ആരാധിക്കുന്ന വചനത്തിന്റെ ആരാധന, സത്യത്തിന്റെ ആരാധന മറനീക്കി വെളിപ്പെട്ടതിനായി നന്ദിയോടെ സ്വപ്നം ചെയ്യുകയാണ്. ഹല്ലേലൂയ. സ്വപ്രക്രിയയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ പാർത്തു. അടുത്ത് വായിക്കുമ്പോ എന്താണ്? പ്രൈസ് ദി ലോർഡ്. അതിന്റെ വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ പാർത്തു. ഞങ്ങൾ അവന്റെ തേജസ്സ് പിതാവിൽ നിന്നും ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു എന്ന് പറഞ്ഞാൽ, പ്രൈസ് ദി ലോർഡ്, എന്റെ ചിന്ത മറുവ മലയിൽ വെച്ച് പത്രോസ് പറഞ്ഞു, നമ്മൾ ഇരുപിടിരിക്കുന്നത് നല്ലത്, നമ്മൾ ഇവിടിരിക്കുന്നത് നല്ലത്. കാരണം 3 കുടിലുണ്ടാക്കാം, അത്ര മഹത്വമാണ് വെളിപ്പെട്ടത്. യേശു ക്രിസ്തുവിന്റെ യഥാർത്ഥ തേജസ്, പിതാവിനുള്ള തേജസ്, ക്രിസ്തു തേജസ്കരിക്കപ്പെട്ടവനായി മോശ ഏലിയാവും യേശുവിനോട് സംഭാഷിക്കുന്നു. എന്തെല്ലാം പറഞ്ഞത് അറിയത്തില്ല. പക്ഷേ പത്രോസ് മഹത്വം കണ്ട പറഞ്ഞു, നമ്മൾ ഇവിടെ ഇരിക്കുന്നത് നല്ലത്. അതല്ലേ നമ്മുടെ ചില സഭായോഗങ്ങളില്, ചില മീറ്റിങ്ങുകളിലൊക്കെ അയ്യോ തീർന്നു പോയല്ലോ, ഇപ്പൊ തീരണ്ടായിരുന്നല്ലോ എന്ന് ചിന്തിക്കുന്ന സന്ദർഭങ്ങളൊക്കെ പലയിടത്തും ഉണ്ടാകാറുണ്ടല്ലോ. ചിലയിടത്ത് നിർത്തിയാ മതിയേ, എപ്പോഴെങ്കിലും പെട്ടെന്ന് ആശ്വാസം പറഞ്ഞാൽ മതിയേ എന്ന് ചിന്തിക്കുന്ന എത്രയോ ആളുകളുണ്ട്. എന്നാൽ ചില യോഗങ്ങളൊക്കെ നിർത്തല്ലേ എന്ന് ചിന്തിക്കുന്ന എത്രയോ സന്ദർഭങ്ങളുണ്ട്. ഇവിടെ ഇരിക്കുന്നത് നല്ലത്. ആ പത്രോസ് യോഹന്നാൻ പറയാണ്, ഞങ്ങൾ കണ്ടു പ്രിയരെ ആ മഹത്തുള്ള തേജസ്, ഏകജാതനായവന്റെ പിതാവായവന്റെ യഥാർത്ഥ വെളിപ്പാടാണ് ക്രിസ്തു. പിതാവായിരിക്കുന്നവൻ എന്തായിരിക്കുന്നുവോ അത് തന്നെയാണ് ക്രിസ്തു. മനസ്സിലായോ? 3 ദൈവങ്ങളില്ല. പിതാവായ ദൈവത്തിന്റെ ആ ഒറിജിനാലിറ്റിയാണ് ക്രിസ്തു. ആ ക്രിസ്തു വസിച്ച ആത്മാവാണ് നിങ്ങൾ വസിക്കുന്നത്. അതാണ് പൗലോസ് റോമാലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്. ഇങ്ങനെയാണ്, നമ്മിൽ വെളിപ്പെടാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടം സാരമില്ല. മനസ്സിലായോ? നമ്മളിൽ തേജസ്സുണ്ട്, നിങ്ങളിൽ തേജസ്സുണ്ട്. കണ്ണിമയ്ക്കുള്ളിൽ രൂപാന്തരപ്പെടുത്തുന്ന ഈ മഹത്വമുള്ള തേജസ്, കൃപയും സത്യവും നിറഞ്ഞവനായി. അതുകൊണ്ട് പ്രൈസ് ദി ലോർഡ്. എബ്രായ ലേഖനത്തിന്റെ 4ന്റെ ഒരു വാക്യം വായിച്ച് 16 വാക്യം, 4:16. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. അതുകൊണ്ട് ധൈര്യത്തോടെ കൃപാസനത്തിലേക്ക് അടുത്ത് ചെല്ലുക. അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന ദൈവമേ, കൃപയിൽ യേശു ക്രിസ്തുവിലൂടെ തന്നോട് നിലവിളിക്കുന്നവർക്ക് വേണ്ടി രക്ഷയ്ക്ക് വേണ്ടി അനേക സ്ഥലങ്ങളിൽ എന്നാൽ ധൈര്യത്തോടെ അടുത്ത് ചെല്ലുവാൻ നമുക്കൊരു വാതിൽ, നമുക്കൊരു ജീവന പുതുവഴി, പുതിയ ദൈവത്തിന്റെ മധ്യസ്ഥൻ യേശു ക്രിസ്തു, ഏകമാർഗ്ഗം യേശു ക്രിസ്തു, അടുത്ത് ചെല്ലുവാൻ ഭാഗ്യം ലഭിച്ചതിനായി സ്തോത്രം ചെയ്യുകയാണ്. യേശുവിന്റെ നാമത്തിലാണ് പ്രാർത്ഥന. ആകയാൽ അടുത്തിയാൽ കരുണ ലഭിക്കുവാൻ വിലയേറിയ വാഗ്ദത്തം ഉള്ളത് കൊണ്ട്, കർത്താവിന്റെ വരവെന്ന വാഗ്ദത്തം ഉള്ളത് കൊണ്ട്, പുത്രനും പുത്രിമാരെന്നും ഉള്ള വാഗ്ദത്തം ഉള്ളത് കൊണ്ട് ധൈര്യത്തോടെ ഈ കൃപാസനത്തിലേക്ക് അടുത്തിയെല്ലാം മറുപടി തരുന്ന കർത്താവിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. പൂർണ്ണമായി നമ്മെ രക്ഷിപ്പാൻ പ്രാപ്തനാണ്. പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനാണ് യഥാർത്ഥ സത്യമായ ക്രിസ്തു. അത് അറിവിപ്പാൻ കൃപയാക്കിയല്ലോ ദൈവമല്ലോ, ദൈവത്തിന് മനുഷ്യൻ മധ്യസ്ഥൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. തുടർന്ന് കർത്താവിന്റെ ദാസൻ പ്രാർത്ഥിച്ചിട്ട് ഇത് അവസാനിപ്പിക്കും.